നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഞാൻ എന്നും ചങ്ങനാശ്ശേരി NSS പഠിക്കുമ്പോൾ എന്നും രാവിലെ 7:50 റൈസിംഗ് സൺ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ റൈസിംഗ് സൺ ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ പുറകിലത്തെ രണ്ടാമത്തെ സീറ്റ്, സൈഡ് സീറ്റാണ് എൻ്റെ ദിവസവുമുള്ള സീറ്റ്. ആ സീറ്റിലാണ് ഞാൻ എന്നും ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം ആൾ കൂടുതൽ കയറി ആ സീറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അതിലെ കണ്ടക്ടറും ഡ്രൈവർക്കും ഒക്കെ അറിയുകയും ചെയ്യാം. അന്ന് കിളിയായിട്ട് പോയി കിടന്ന ശശിയേട്ടനും ഭയങ്കര സീരിയസ് ആയിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എന്തുകൊണ്ട് ജോയിച്ചാനുണ്ട്, അതായത് അളിയൻ ചേട്ടൻ്റെ കൂടെ തന്നെ ഒരു ജോയിച്ചാനുണ്ട്, ജോസേട്ടനും ഒക്കെ അറിയാം. അപ്പോൾ ചില ദിവസങ്ങളിൽ അക്കരെ ഇതിന് തൊട്ട് മുമ്പ് ഒരു സെൻറ്റ് മാർട്ടിൻ ബസ്സുണ്ട് ചങ്ങനാശ്ശേരിക്ക്. അപ്പോൾ അക്കരെയുള്ള കുട്ടികളൊക്കെ അതിനാണ് പോകുന്നത്. അപ്പോൾ ഈ സെൻറ്റ് മാർട്ടിൻ ഇല്ലാത്ത ദിവസം അക്കരയിൽ നിന്ന് പിള്ളേരെല്ലാം കൂടി റൈസിങ്ങിന് കയറാൻ വരും. അപ്പോൾ എനിക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടത്തില്ല. അപ്പോൾ എനിക്കങ്ങ് സങ്കടവും ദേഷ്യമൊക്കെ വരും. ഞാൻ പിന്നെ ആ ബസ്സിന് പോവില്ല, അടുത്ത സെൻറ്റാണ് വരുമ്പോൾ അതിന് പോകും. അപ്പോൾ അതൊക്കെയാണ് അന്നത്തെ ഒരു വാശി എന്ന് പറയുന്നത്. അപ്പോൾ ഇതറിയാവുന്ന ജോയിച്ചാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? അക്കരയിൽ നിന്ന് പിള്ളേർ വരുന്ന കാണുമ്പോഴേ ജോയിച്ചാൻ ഈ രണ്ടാമത്തെ സീറ്റിൽ കയറിയിരിക്കും. പിള്ളേർ ബാക്കി സീറ്റിലൊക്കെ ഇരിക്കും. പുള്ളി ഇവിടെ ഇരിക്കുന്നുണ്ട്, ആർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഹീറോ ആയിട്ട് കയറി വരുന്നൊരു വരവുണ്ട്. വീട്ടിൽ നിന്ന് ബസ് എടുക്കാറാകുമ്പോൾ ബസ്സിൻ്റെ ലാസ്റ്റ് ഹോൺ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ ലാസ്റ്റ് ഹോൺ കേൾക്കുമ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങി ഓടി പാഞ്ഞ് കയറി വരുമ്പം ചോദിച്ചാൽ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഈ സീറ്റിൽ നിന്നൊരു എഴുന്നേക്കുണ്ട്. സത്യം പറയാമല്ലോ, ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേങ്കിൽ പുള്ളി വളരെ ഒരു ചെറിയൊരു പുഞ്ചിരി, നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ ചിരി കാണാൻ പറ്റൂ കേട്ടോ. അങ്ങനെ ആ സീറ്റ് എനിക്ക് വേണ്ടിയിട്ട് പുള്ളി അത് മാറ്റി വെക്കും. അത്ര അഹങ്കാരമായിരുന്നു അന്ന്. ഓർത്ത് നോക്കണം, അന്ന് ആ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബസ്സിൽ കയറത്തില്ലായിരുന്നു. അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് പുള്ളി എനിക്ക് തന്നതിന് വേണ്ടി ചെയ്തിരുന്ന ഒരു ചെറിയ ഫേവറായിരുന്നു അത്. പക്ഷേങ്കിൽ ചങ്ങനാശ്ശേരി നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഫേവറും ഇല്ല. പണ്ടത്തെ അവസ്ഥയാണോ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് സത്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ പണ്ട് ഭയങ്കര പത്തറ്റിക്കായിരുന്നു. അതായത് എത്ര മഴയാണേലും എത്ര വെയിലാണേലും നമ്മൾ ആ അവസാന നിമിഷം, അതായത് ആ ഫ്രണ്ടിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കാൻ പോകുന്ന ആ നിമിഷം മാത്രമേ നമ്മളെ ഈ പിള്ളേരെ ബസ്സിനകത്തോട്ട് കയറ്റുകയുള്ളൂ. കാരണം പിള്ളേർ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആരും ടിക്കറ്റ് എടുത്ത് കയറുന്നവരാരും ബസ്സിൽ കയറത്തില്ല. അതുകൊണ്ട് അവസാന നിമിഷം, അതായത് ആ ഫ്രണ്ടിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് അവത്തിലോട്ട് കയറാൻ അവസരം. പലപ്പോഴും നമുക്ക് സീറ്റ് കിട്ടാതെ തിരിച്ച് ഇങ്ങോട്ട് നിന്നും കുറച്ച്. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത്, അടുത്തുള്ള സീറ്റൊക്കെ ഇറങ്ങുന്നവരെയൊക്കെ നമുക്ക് ചെറിയ ഹിൻറ്റ് തരും ചിലർ. നമുക്കവിടെ പതുക്കെ മാറി നിന്ന് നമുക്കവിടെ ഇരിക്കാം. കാരണം ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട ആളാണല്ലോ. അങ്ങനെ ഒരു പരിഗണന കിട്ടിയിരുന്നു. സത്യം പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് ലോട്ടറി അടിക്കുന്നതിന് തുല്യമായിരുന്നു കേട്ടോ. കാരണം ഈ 1 മണിക്കൂറിലൊക്കെ അധികം നമ്മളെ ബസ്സിൽ നിന്ന് യാത്ര ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. കാരണം നമ്മൾ ഹീറോയാണ് ആ സമയത്ത്. കാരണം ആ ബസ്സിൽ സ്ഥിരമായിട്ട് കയറുന്ന മറ്റ് സ്റ്റോപ്പുകളിൽ നിന്ന് പത്തനാട്, പരുത്തിമൂട്, നെടുങ്കുന്നത്തു നിന്നൊക്കെ കയറുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സ്ഥിരമായിട്ട് ബാഗ് പിടിക്കാൻ തന്നിരുന്നത് എൻ്റെ കയ്യിലാണ്. കാരണം എന്നും കൃത്യമായിട്ട് ആ സീറ്റിൽ ഞാനുള്ളത് കൊണ്ട് അവർ കൃത്യമായിട്ട് അങ്ങനെ കുറേ സൗഹൃദങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓർക്കുമ്പം ഞാൻ ജോയിച്ചാനെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. കാരണം ഭയങ്കര കണ്ടാൽ നമുക്ക് തോന്നും ഭയങ്കര അഡാമൻ്റായിട്ടുള്ള, ഭയങ്കര കർക്കശക്കാനായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന്. പക്ഷേ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെറിയ സ്നേഹക്കണങ്ങളുണ്ടെന്ന് തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അപ്പം അങ്ങനെയുള്ള ചില രസകരമായ കഥകളൊക്കെ ബസ്സിൽ യാത്രയിൽ നമുക്ക് സംഭവിക്കാറുണ്ട്. വിഷമം പിടിച്ച കാര്യങ്ങളും പല കാണാൻ പാടില്ലാത്ത കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതും അങ്ങനെയും ഇരിക്കുന്നവരെ ശ്രദ്ധിക്കത്തില്ല ചിലപ്പോൾ. അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ പ്രതികരിക്കും. അന്നൊന്നും ആണ് നമ്മൾ പ്രതികരിക്കത്തില്ല. കാരണം കണ്ടിട്ട് കണ്ണടച്ച് അല്ലെങ്കിൽ നമ്മൾ ദൃഷ്ടി മാറ്റിയൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾക്കൊക്കെ ഇതുപോലെ ബസ് യാത്രയിലുണ്ടായ നല്ല നല്ല അനുഭവങ്ങൾ, ഇനി ചീത്ത അനുഭവങ്ങളായാലും കുഴപ്പമില്ല, എല്ലാ അനുഭവങ്ങളാണല്ലോ, എല്ലാം ഓരോ പാഠങ്ങളാണല്ലോ അല്ലേ? അപ്പോൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ലൈക്കും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ സന്തോഷം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ബൈ.